രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. അല്ലയോ കൈകേയി, നിനക്ക് സദ്ബുദ്ധി ഉണ്ടാകട്ടെ. നീ നിന്റെ അമ്മ പ്രവർത്തിച്ചതുപോലെ ആ സ്വഭാവം പ്രദർശിപ്പിച്ചുകൊണ്ട് ക്രൂരകർമ്മം അനുഷ്ഠിക്കരുത്. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് സുമന്ത്രർ കൈകേയിയോട് പറഞ്ഞു. പക്ഷേ കൈകേയിയുടെ മനസ്സിന് യാതൊരു ഇളക്കവും ഉണ്ടായില്ല. ഇനി നാം 36 സർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ദശരഥ മഹാരാജാവ് ശ്രീരാമചന്ദ്രനോടൊപ്പം തന്റെ സർവസമ്പത്തുകളും രാമൻ പോകുന്നിടത്തേക്ക് അയക്കാനായിട്ട് നിർദ്ദേശം നൽകുന്നത് നാം കാണുന്നു. സുമന്ത്രരോട് പറഞ്ഞു, മഹാരാജാവായ ദശരഥൻ, സൂത രത്നസുസമ്പൂർണ ചതുർവിധ ബലാചമു രാഘവസ്യ അനുയാത്രാർത്ഥം ക്ഷിപ്രം പ്രതിവിധീയതാം. നമ്മുടെ ഈ ചതുരംഗപ്പട ആനയും തേരും കുതിരയും കാലാളും അടങ്ങുന്ന ദേവലോകത്തെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതായി ഈ വലിയ സൈന്യം, ആ സൈന്യം ശ്രീരാമചന്ദ്രനെ അനുഗമിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് അവരെല്ലാം തയ്യാറാക്കുക. എങ്ങനെ സർവ സമ്പത്തുകളും അവരോടൊപ്പം രാമന്റെ സമീപത്തേക്ക് കൊണ്ടുപോകണം. രത്നവും സ്വർണവും എല്ലാ പ്രകാരത്തിലുള്ളതായ സമ്പത്തുകളും ഇക്ഷ്വാകുക്കളുടെ മുഴുവൻ സമ്പത്തും അത് ഇനി ഇവിടെ അയോധ്യയിലെ കൈകേയിക്ക് വേണ്ടിയിട്ട് ഉപേക്ഷിച്ചിട്ട് രാമൻ പോകാൻ പാടില്ല. അവയെല്ലാം ഈ സൈന്യത്തെ ഏൽപ്പിച്ചിട്ട് ആ സൈന്യം ഈ സമ്പത്തുമായിട്ട് രാമന്റെ കാനനത്തിലേക്ക് പിന്തുടരട്ടെ. അങ്ങനെ ഈ സൈന്യം പോകുമ്പോ ആയുധാനിച്ച മുഖ്യാനി നാഗര ശകടാനിച്ച അനുഗച്ഛന്തു കാകുത്സ്ഥം വ്യാധാശ്ചാരണ്യകോവിദാഹ. നമ്മുടെ കയ്യിലുള്ളതായ ആയുധപ്പുരയിലെ കരുത്തുറ്റതായ ആയുധങ്ങൾ അതെല്ലാം യുദ്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവയാണല്ലോ. ആ ആയുധങ്ങളും കൊണ്ടുപോകണം. മുഖ്യങ്ങളായിരിക്കുന്ന എല്ലാ ആയുധങ്ങളും അയോധ്യയിലെ സൈന്യത്തിന്റെ ശക്തിക്ക് നിദാനമായിരിക്കുന്ന ആയുധങ്ങൾ മുഴുവൻ അവർ കൊണ്ടുപോകണം. അതേപോലെ ഈ അയോധ്യയിലുള്ള മുഴുവൻ ജനങ്ങളും രാമനോടൊപ്പം കാനനത്തിലേക്ക് പോകണം. ഈ അയോധ്യയിലുള്ളതായ വാഹനങ്ങൾ, രഥങ്ങളും മറ്റു പല പ്രകാരത്തിലുള്ള വാഹനങ്ങളും, രഥങ്ങൾ തന്നെ പല പ്രകാരത്തിലുണ്ട്. യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്, എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന രഥങ്ങളുണ്ട്. അവയുടെ എല്ലാം ഘടനയ്ക്ക് വ്യത്യാസങ്ങളുമുണ്ട്. അങ്ങനെ മുഴുവൻ രഥങ്ങളും അതേപോലെ വാഹനങ്ങളുടെ കൂട്ടത്തിൽ കുതിരയും ആനയും ഒക്കെ വരും. അവയെല്ലാം തന്നെ അനുഗച്ഛന്തു കാകുത്സ്ഥം ശ്രീരാമചന്ദ്രനെ പിന്തുടരട്ടെ. കാരണം ഇതെല്ലാം സൂര്യവംശ രാജാക്കന്മാരുടെ സമ്പത്താണ്. കിരീടം വെക്കേണ്ടത് രാമനാണ്. കൈകേയിയുടെ ചതിമൂലം രാമന് കിരീടം വെക്കാൻ ആകാത്ത സാഹചര്യം വന്നിരിക്കുന്നു. രാമൻ കാനനത്തിലേക്ക് പോകേണ്ടിയും വന്നിരിക്കുന്നു. പക്ഷേ രാമൻ കാനനത്തിലേക്ക് പോകേണ്ടത് ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന ചക്രവർത്തിയുടെ അതേ ഗാംഭീര്യത്തോടും അതേ സന്നാഹങ്ങളോടുമാണ്. അതുകൊണ്ട് ഇതെല്ലാം രാമനോടൊപ്പം രാമനെ പിന്തുടർന്ന് കാനനത്തിലേക്ക് പോകട്ടെ. ശ്രീരാമചന്ദ്രൻ കാനനത്തിൽ ചെന്നിട്ട് നിഗ്രഹൻ മൃഗാൻ കുഞ്ചരാംശ്ച പിബംശ്ച ആരണ്യകം മധു നദീശ്ച വിവിധാവശ്യന് ന രാജ്യം സംസ്മരിഷ്യതി. ശ്രീരാമചന്ദ്രൻ കാനനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് ആ കാനനത്തില് ശ്രീരാമൻ വിഹരിച്ചു നടക്കും.
ക്രൂരങ്ങളായ മൃഗങ്ങളെയെല്ലാം രാമൻ അമ്പുകൾ കൊണ്ട് സംഹരിക്കും. ആക്രമിക്കാൻ വരുന്ന ശല്യകാരികളായിട്ടുള്ള ആനകളെയും സംഹരിക്കും. കരടിയെയും കടുവയെയും സിംഹങ്ങളെയും എല്ലാത്തിനെയും സംഹരിച്ചിട്ട് മനുഷ്യ സമൂഹത്തെ ഈ ദുഷ്ടമൃഗങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ശ്രീരാമചന്ദ്രൻ കാനനത്തില് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വിഹരിക്കും. കാട്ടിൽ നിന്ന് ലഭിക്കുന്നതായ തേന്, കാട്ടിൽ നിന്ന് ലഭിക്കുന്നതായ പഴങ്ങൾ, കാട്ടിൽ നിന്ന് ലഭിക്കുന്നതായ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇതെല്ലാം കഴിച്ച് സന്തോഷത്തോടു കൂടിയിട്ട് രാമൻ കാനനത്തിൽ വസിക്കും. ഇതിന് രാമനെ സഹായിക്കാൻ സൈന്യമുണ്ട്, നാട്ടുകാരുണ്ട് എന്ന് മാത്രമല്ല വ്യാധാശ്ച ആരണ്യകോവിദാഹ, കാടിന്റെ പ്രകൃതത്തെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവരായ വ്യാധന്മാരും കൂടെയുണ്ട്. അതുകൊണ്ട് രാമൻ കാനനത്തിലെ ജീവിതം അങ്ങേയറ്റം ആസ്വദിക്കും. കാട്ടിലുള്ളതായ തെളിനീര് പ്രവഹിക്കുന്ന തണുത്ത ജലം നിറഞ്ഞതായ നദികൾ അതെല്ലാം കണ്ടും അതിൽ നിന്ന് ജലം കുടിച്ചും അതിൽ സ്നാനം ചെയ്തും കാനനത്തിലെ മനോഹരങ്ങളായ ദൃശ്യങ്ങൾ കണ്ടും കാട്ടില് വസിക്കുന്ന അവസരത്തില് 14 വർഷം അവിടെ വസിക്കണം എന്നാണല്ലോ. ആ അവസരത്തില് രാജ്യം സംസ്മരിഷ്യത്തി, ശ്രീരാമചന്ദ്രൻ ഈ അയോധ്യയുടെ കാര്യം തന്നെ മറന്നുപോകും. ഇവിടെയുള്ള ഈ സുഖങ്ങളെ കുറിച്ചുള്ള ഓർമ്മ തന്നെ വിട്ടുപോകും. ഇതിനേക്കാളേറെ സൗഖ്യതമായിട്ട് കാനനം രാമന് അനുഭവപ്പെടും. ധാന്യകോശശ്ചയ കശ്ചിത് ധനകോശശ്ച മാമകഃ, എന്റേതായിട്ട് ഈ അയോധ്യയെ സമ്പന്നമാക്കുന്ന ധാന്യ ഭണ്ഡാകാരങ്ങൾ അത് രാമനോടൊപ്പം കാട്ടിലേക്ക് അയക്കപ്പെടണം. അതേപോലെ തന്നെ ഖജനാവ്, സമ്പത്ത് നിറഞ്ഞതായ ഖജനാവ് അതും രാമനോടൊപ്പം കാനനത്തിലേക്ക് കൊണ്ടുപോകണം. ഐശ്വര്യ സമൃദ്ധമാകണം രാമന്റെ കാനന ജീവിതം. ഇതിനു മുമ്പ് ഈ വംശത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാർ എത്ര കണ്ട് പ്രൗഢിയോടുകൂടിയിട്ടാണോ കഴിഞ്ഞു പോന്നിരുന്നത്, അതേ പ്രകാരത്തിൽ രാമന് കാനനത്തിൽ കഴിയാനായി സാധിക്കണം. അങ്ങനെ ഇവയെല്ലാം രാമമനുഗച്ഛേതാം വസന്തം നിർജനേവനെ, മനുഷ്യരില്ലാത്തതായ കാട്ടിൽ വസിക്കുന്നതായ ശ്രീരാമചന്ദ്രനെ ഈ ധാന്യകോശങ്ങളും ധനകോശങ്ങളും പിന്തുടരണം. ധാന്യം മുഴുവൻ, ഭക്ഷ്യ വസ്തുക്കൾ മുഴുവൻ, അതിന്റെ ഭണ്ഡാകാരം മുഴുവൻ രാമന്റെ കൂടെ പോകണം. അതേപോലെ തന്നെ ഖജനാവും രാമന്റെ കൂടെ പോകണം. അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളുടെയും സമൃദ്ധിയുടെയും നടുവിലായിരിക്കണം രാമന്റെ കാനന ജീവിതം. അപ്പോൾ രാമൻ എങ്ങനെ അവിടെ കഴിയും? യജൻ പുണ്യേഷു ദേശേഷു വിസൃജംസ്ത ആപ്തദക്ഷിണാഹ, പുണ്യങ്ങളായ ദേശങ്ങളില് രാമൻ പവിത്രങ്ങളായിട്ടുള്ള വേദോക്തമായിരിക്കുന്ന യജ്ഞകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കും. അതിന് വേണ്ടുന്ന സന്നാഹങ്ങളാണല്ലോ കൂടെ അയച്ചിരിക്കുന്നത്. അങ്ങനെ യജ്ഞകർമ്മങ്ങൾ അനുഷ്ഠിച്ച്, യജ്ഞകർമ്മങ്ങൾ രാജാക്കന്മാർ നിരന്തരം ചെയ്യേണ്ടതാണ്. സൂര്യവംശത്തിലെ രാജാക്കന്മാരെല്ലാം ബഹുവിധങ്ങളായിരിക്കുന്ന വൈദിക യജ്ഞങ്ങൾ നിരന്തരം ചെയ്തു പോന്നിട്ടുള്ളതാണ്. അവരെ പോലെ ഒരു കുറവും വരാതെ യജ്ഞകർമ്മങ്ങളെല്ലാം നിരന്തരം കാനനത്തിൽ പുണ്യദേശങ്ങളിൽ അനുഷ്ഠിച്ചുകൊണ്ട് ആ യജ്ഞകർമ്മങ്ങളിൽ എല്ലാവർക്കും ഭക്ഷണം നൽകണം, എല്ലാവർക്കും എല്ലാ സൗഖ്യങ്ങളും നൽകണം എന്ന് മാത്രമല്ല ദക്ഷിണ ധാരാളമായിട്ട് വാരിക്കോരി നൽകണം. നമ്മുടെ ഖജനാവ് രാമനോടൊപ്പം അങ്ങോട്ട് പോവുകയാണല്ലോ, അതേപോലെ തന്നെ നമ്മുടെ ധാന്യകോശങ്ങൾ അവിടേക്ക് പോവുകയാണല്ലോ. അതുകൊണ്ട് യജ്ഞങ്ങൾ നടത്തുമ്പോഴേക്കും ഭക്ഷണത്തിനും അതേപോലെ തന്നെ ദക്ഷിണ നൽകുന്നതിനും യാതൊരു കുറവും വരില്ല. അതുകൊണ്ട് അതിഗംഭീരമായ ഭക്ഷണം എല്ലാവർക്കും നൽകി, അതേപോലെ തന്നെ ദക്ഷിണകളും എല്ലാവർക്കും നൽകി, ദക്ഷിണയാൽ എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ അവിടെ വസിക്കണം. ഇത് മാത്രമല്ല, കാനന ജീവിതത്തിന്റെ വലിയൊരു സൗഖ്യം, അവിടെ ഋഷിമാര് തപസ് ചെയ്യുന്നുണ്ട് കാടുകളിൽ പലയിടങ്ങളിലായിട്ട്. അവരെ കാണാനുള്ള അവസരം രാമനുണ്ടാകും. ഋഷിഭിശ്ചാപി സംഗമ്യ, അനേകം ഋഷിമാരോട് കണ്ട് ആ ഋഷിമാരോടൊപ്പം അവരുടെ ആശ്രമങ്ങളിലും കഴിഞ്ഞ് അവരുടെ ആ അനുഗ്രഹത്താല് ജീവിതത്തെ ധന്യമാക്കിക്കൊണ്ട്
ശ്രീരാമചന്ദ്രൻ അവിടെ സുഖമായിട്ട് വസിക്കട്ടെ. അതിനു വേണ്ടിയിട്ട് ഇതെല്ലാം രാമനോടൊപ്പം അയക്കുക. രാമൻ ഇക്ഷ്വാകു വംശത്തിന്റെ ഉത്തരാധികാരിയായിരിക്കുന്ന രാജാവാണ്. അതുകൊണ്ട് എല്ലാ പ്രൗഢിയും അതേ പ്രകാരത്തിൽ ഉണ്ടാകണം. എല്ലാവരും കേൾക്കാൻ. കൈകേയി ഒഴിച്ച് ബാക്കി എല്ലാവരും സന്തോഷിച്ചു. അത്രയെങ്കിലും ഒരു സൗഖ്യം രാമന് കാനനത്തിൽ ലഭിക്കുമല്ലോ എന്ന്. അയോധ്യ ഇപ്പോ ഇതാ കാനനത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കപ്പെടുന്നു. അയോധ്യയിൽ എന്തൊക്കെയുണ്ടോ അവിടെയുള്ള ആളുകളും അതേപോലെ സമ്പത്തും ധനധാന്യങ്ങളും സൈന്യവും എല്ലാം അതേ പ്രകാരത്തില് രാമൻ പോകുന്ന കാനനത്തിലേക്ക് എത്തിക്കപ്പെടുന്നു. അപ്പോ കാനനം അയോധ്യയായി മാറുന്നു. പിന്നെ ഈ അയോധ്യയിൽ എന്താ അവശേഷിക്കും? ഒന്നും അവശേഷിക്കില്ല. കൈകേയി അവശേഷിക്കും. ഭരതൻ രാജാവായിട്ട് കിരീടം ധരിക്കാൻ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ഭരതൻ അത് ഇഷ്ടപ്പെടുമെന്ന് ആർക്കും വിചാരമില്ല. കാരണം ഭരതന്റെ സ്വഭാവം അങ്ങേറ്റം ധാർമ്മികമാണ്, സ്നേഹം നിറഞ്ഞതാണ്, സാത്വികമാണ്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഭരതൻ ഒരിക്കലും രാമന്റെ കിരീടം സ്വയം ഏറ്റെടുക്കില്ല. അഥവാ ഏറ്റെടുത്താൽ ഭരതനും കൈകേയും മാത്രം അവിടെ ഉണ്ടാവും. ഇല്ലെങ്കിൽ കൈകേയി മാത്രം അവിടെ ഉണ്ടാവും. ബാക്കിയെല്ലാം ശൂന്യമായി തീരും. അപ്പോ അത് രാമൻ ഇരിക്കുന്നിടം അയോധ്യയാകുമല്ലോ എന്നോർത്ത് മറ്റാളുകൾ സന്തോഷിച്ചിട്ടുണ്ടാകും. ആ അവസരത്തില് കൈകേയിക്ക് ഭയങ്കരമായ ദുഃഖമുണ്ടായി. അതാണ് ഏവം ബ്രുപതി കാകുത്സ്ഥേ കൈകേയ്യ ഭയമാഗതം. കാകുത്സ്ഥൻ ദശരഥ മഹാരാജാവ് ഇങ്ങനെ പറഞ്ഞ അവസരത്തില് കൈകേയിയുടെ ഹൃദയത്തില് വലുതായിട്ടുള്ളതായ ഭയമുണ്ടായി.